കുട്ടികളെ സയൻസ് പഠിപ്പിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ക്രൂശിക്കപ്പെട്ട, അതല്ലെങ്കിൽ അതിഭയങ്കരമായ മാനസിക സംഘർഷങ്ങൾ നേരിടേണ്ടി വന്ന, മാനേജ്മെന്റിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്ന ഒരു അധ്യാപകന്റെ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. അതായത് ഒരു പുരോഗമന സമൂഹത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഈ കാര്യം നടന്നത് യു.പിയിലോ ബീഹാറിലോ സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ അല്ല, നമ്മുടെ സ്വന്തം നാട്ടിലാണ്, നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അപ്പോൾ ഈ വിഷയത്തെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സമീപിക്കാം. എന്ത് സയൻസാണ് അദ്ദേഹം പഠിപ്പിച്ചത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്നോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എസൻസ് ഗ്ലോബലിന്റെ ലിറ്റ്മസ് 2025 ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ഇദ്ദേഹം ഈ കാര്യം പങ്കുവെക്കുന്നത്. അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പച്ചയ്ക്ക് സയൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബാങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന്റെ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും അത് ചെറുതായിട്ട് തോന്നുന്നുണ്ടാവാം. അവർ അവരുടെ പാരൻസിനോട് പറയുന്നുണ്ടാവും, പാരൻസ് വന്ന് മാനേജ്മെന്റ് സൈഡിലോട്ട് വന്ന് പറയുന്നുണ്ടാവും, മാനേജ്മെന്റ് എന്നെ വിളിക്കുന്നു, എന്നിട്ട് ചോദിക്കുന്നു പൗലോ സാർ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് നമുക്ക് ഒഴിവാക്കി കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തിരിച്ച് പറയുന്ന ഉത്തരം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്നെ ഒഴിവാക്കാം, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. കാരണം ഞാൻ പറയുന്നത് സയൻസ് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത് സയൻസ് അല്ല എന്ന് പ്രൂവ് ചെയ്യുക, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ള. അപ്പോൾ പല സമയത്തും പ്രഷർ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവിടെ നമ്മളെ താങ്ങി നിർത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളിടത്തോളം ഇറ്റ്സ് ഫൈൻ. മാക്സിമം സയൻസ് അവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. സയൻസ് സയന്റിഫിക്കലി സ്പ്രെഡ് ചെയ്യുന്ന എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പാഷൻ, മോർ ദാൻ ടീച്ചിങ്. അപ്പോൾ അതാണ് പൗലോസ് തോമസ് എന്നാണ് ആ അധ്യാപകന്റെ പേര്. അദ്ദേഹം നേരിട്ട പ്രശ്നത്തെ പറ്റിയാണ് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഈ പൗലോസ് തോമസ് എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണുന്നത്, ഞാൻ കഴിഞ്ഞ മാസം വൈശാഖൻ തമ്പിയുടെ ഒരു സയന്റിഫിക് പ്രസന്റേഷനിലെ അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അതിന്റെ റിപ്ലൈ ആയിട്ട് എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സുഹൃത്ത് ആവശ്യമായി ബന്ധപ്പെട്ട് നമ്മൾ ചാറ്റ് ചെയ്യുകയും അതിനുശേഷം അവൻ എനിക്ക് അയച്ചു തന്നതാണ് ഈ പൗലോസ് സാറിന്റെ ഒരു വീഡിയോയുടെ ലിങ്ക്. അവൻ പറഞ്ഞത് അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അവന്റെ കൂടെ പഠിച്ച ഒരാളാണ്, അവന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇപ്പോൾ ലിറ്റ്മസ് പ്രോഗ്രാമുകളിലെല്ലാം സയന്റിഫിക് പ്രസന്റേഷനുകളിൽ നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളിലൊന്നാണ് ഈ പറഞ്ഞ പൗലോസ് സാർ. പൗലോസ് സാർ ചിലപ്പോൾ എന്റെ അതേ പ്രായമോ അല്ലെങ്കിൽ എന്നെക്കായി ചെറുതോ ആവാനാണ് സാധ്യത. എന്നാലും ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് റെസ്പെക്ടോറി പൗലോസ് സാർ എന്നായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പുള്ളിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂട്ടുകാരൻ അയച്ചു തന്ന ലിങ്ക് വൈ ദ ഹെൽ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിന്റെ, ഒരു പോഡ്കാസ്റ്റ് ചാനലിന്റെ ലിങ്ക് ആയിരുന്നു. പൗലോസ് സാറിന്റെ സുഹൃത്തിന്റെ എന്തോ ചാനലാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് പുള്ളിയുടെ സയന്റിഫിക് പ്രസന്റേഷൻ അല്ലെങ്കിൽ സയന്റിഫിക് പോഡ്കാസ്റ്റിനെ പൗലോസ് സാറിന്റെ തന്നെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. പൗലോസ് സാറിന്റെ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. പറഞ്ഞു വന്നത്, ഇതിൽ ഏത് ശരി ഏത് തെറ്റോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഡബിൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ തുനിയുന്നില്ല. നമ്മൾ കേൾക്കുന്ന അപ്പാടെ നമ്മൾ അപ്പുറം പോയി പറയുന്നു എന്നുള്ളതാണ്. അത് പറയുന്നു, വിശ്വസിച്ചാലും കുഴപ്പമില്ല, അവന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇത് അപ്പുറത്ത് പോയി പറയും, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഏതൊരു വിഷയവും കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചാലും കുഴപ്പമില്ല, നമ്മൾ മറ്റൊരാളോട് പറയുന്നത് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം എന്നുള്ള പൗലോസ് സാറിന്റെ ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൗലോസ് സാറിന്റെ പോഡ്കാസ്റ്റുകളെയും അതല്ലെങ്കിൽ സയന്റിഫിക് പ്രസന്റേഷനുകളെയും യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള പല വീഡിയോകളെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ ലിങ്ക് ഞാൻ സത്യം പറഞ്ഞാൽ പ്ലേ ചെയ്തു. ആദ്യം പുള്ളി സംസാരിക്കുന്നത് ആസ്ട്രോഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഭാവിയിൽ മനുഷ്യൻ കൈവരിക്കാൻ പോകുന്ന ശാസ്ത്ര നേട്ടങ്ങളെ പറ്റിയൊക്കെയാണ്. അപ്പൊ ഞാൻ ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലാണ് കേൾക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു 10-15 വർഷമായിട്ട് എയർ കണ്ടീഷനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എയർ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പുള്ളി സംസാരിക്കുന്ന ഒരു പോയിന്റ് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയത്. എന്താണ് ഈ പുള്ളി പറയുന്നതെന്ന് ഓർത്തു ഞെട്ടിയത്. അപ്പൊ എന്താണ് ആ വിഷയം എന്ന് ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ സോളാർ പാനൽ വെക്കുന്നു, എന്നിട്ട് നമ്മൾ പറയണം ഇനി നമുക്ക് 2 AC കൊണ്ട് സുഖമായിട്ട് ഓൺ ആക്കി ഇടാലോ എന്ന് പറയുന്നതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. പകരം ആ 2 AC ഒരു AC എങ്കിലും ഓഫ് ചെയ്ത് ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ഇലക്ട്രിസിറ്റി നമ്മൾ സേവ് ചെയ്യാം. കാരണം ഇവൻ ദോ നമ്മൾ ഇലക്ട്രിസിറ്റി സോളാർ പാനൽ വഴി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തോട്ട് പുറന്തള്ളുന്ന ഒരു സാധനം ഉണ്ട്. ഏതാണ്? AC ഓൺ ആക്കുമ്പോൾ പുറത്തോട്ട് പുറന്തള്ളുന്നതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ലെങ്കിലും ഫ്യൂച്ചർ ജനറേഷന് അത് വളരെ വലിയൊരു അപകടം ഉണ്ടാക്കുന്നു. അത് ഗ്ലോബൽ വാർമിംഗിലോട്ട് ലീഡ് ചെയ്യുന്നു. AC ഓൺ ആക്കുമ്പോൾ പുറത്തു പോകുന്ന ഗ്യാസ് ഉണ്ട്, അതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. അത് 101% തെറ്റായ കാര്യമാണ്. AC ഓൺ ആക്കുമ്പോൾ ഒരു ഗ്യാസും പുറത്തേക്ക് പോകുന്നില്ല. അതിന്റെ അകത്ത് ഒരു റെഫ്രിജറന്റ് ഉണ്ട്, അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിലൂടെ സൈക്കിൾ ചെയ്യുക മാത്രമാണ് ഈ പറഞ്ഞ റെഫ്രിജറന്റ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു എയർ കണ്ടീഷണർ അത് നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് അതിന് ലീക്ക് ഇല്ലാത്തടത്തോളം കാലം അതിന്റെ പുറത്തേക്ക് യാതൊരുവിധ ഗ്യാസും പുറത്തേക്ക് പോകുന്നില്ല. ഇനി അങ്ങനെ AC ഓൺ ആക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഓൺ ആക്കുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവണം. ഫ്രിഡ്ജിന്റെ അകത്തും ഈ പറഞ്ഞ പോലെ റെഫ്രിജറന്റ് ഉണ്ട്. അതിപ്പോ GWP ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഒരുപാട് കുറവുള്ള റെഫ്രിജറന്റ് ആണ് ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്നത്. എന്നാലും ഗ്രീൻ ഹൗസ് ഗ്യാസ് പുറത്തേക്ക് പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല. എയർ കണ്ടീഷണർ നിങ്ങൾ സോളാർ പാനൽ വഴിയാണ് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പവർ കൺസംഷൻ ഒരുപാട് കൂടുതലാണ് AC-ക്ക്. സ്വാഭാവികമായിട്ടും ആ പവർ ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രധാനമായിട്ട് തെർമൽ പവർ പ്ലാന്റ് ഫോസിൽ ഫ്യൂൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അപകടമല്ലാതെ നമ്മൾ സോളാർ പാനൽ വെച്ചാണ് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പൗലോസ് സാർ ഏതോ ഒരു പുസ്തകത്തിൽ ഏതോ കാലത്ത് വായിച്ചു, എയർ കണ്ടീഷണറിൽ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ബാക്കി പുള്ളി അങ്ങ് ഊഹിച്ചു, AC ഓൺ ആക്കുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. കാരണം പുറത്ത് ഇങ്ങനെ എന്തൊക്കെയോ വരുന്നത്, നല്ല ചൂടൊക്കെ ഉണ്ട്, അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നതാണെന്ന് വിചാരിച്ചു. ഡബിൾ ചെക്ക് ചെയ്യാതെ, നോട്ട് ദ പോയിന്റ്, ഡബിൾ ചെക്ക് ചെയ്യാതെ പുള്ളി അത് പോഡ്കാസ്റ്റിൽ വന്നിട്ട് അങ്ങനെ വിളിച്ച് പറയണം. വളരെ സയന്റിഫിക് ആയിട്ടൊരു ശാസ്ത്ര അധ്യാപകൻ എന്നുള്ള ഒരു ലേബലിൽ വന്നങ്ങ് വിളിച്ച് പറയാണ്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വളരെ കെയർഫുൾ ആയത്. ഇതിന് ശേഷം ഞാനിപ്പോൾ എന്ത് ചെയ്തു, പുള്ളി പറയുന്ന ഓരോ പോയിന്റും ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഒരു 10 മിനിറ്റ് ശേഷം അടുത്ത പോയിന്റ് വരികയാണ്. അതൊന്ന് കേട്ടു നോക്കാം. പിന്നീട് സാധാരണക്കാരിലോട്ട് എന്തായാലും എത്തും. ഇപ്പൊ നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ ഉപയോഗിച്ചതായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടർ മൗസ് എന്ന് പറയുന്ന, ലാപ്ടോപ്പ് എന്ന് പറയുന്ന എല്ലാം, എന്തിന് ടൂത്ത് പേസ്റ്റ് പോലും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്പേസിൽ ചെയ്യുന്ന ആസ്ട്രോനട്സിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഇതെല്ലാം. പക്ഷെ ഇത് സാധാരണക്കാരിലോട്ട് എത്തി, മനസ്സിലാവുന്നു എന്ന് പറയുന്നത് പോലെ ടൂത്ത് പേസ്റ്റ് പോലും ഈ പറയുന്നത് സ്പേസിന് വേണ്ടി, അതായത് നെക്കുമ്പോൾ പുറത്തോട്ട് വരുന്ന ആ ജെൽ ലൈക്ക്, വെള്ളം പുറത്തോട്ട് വരാൻ പറ്റില്ല, ആ ജെൽ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പേസിലാണ് ആദ്യമായിട്ട്, സ്പേസ് ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് ഡിസൈൻ ചെയ്തത്. അതിനുവേണ്ടി പുള്ളി ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മൗസ്, ലാപ്ടോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഇത് മൂന്നും സ്പേസിന് വേണ്ടി ഡിസൈൻ ചെയ്ത കാര്യങ്ങളേ അല്ല. സ്പേസിന് വേണ്ടി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. എർത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ലാപ്ടോപ്പ് വരുന്നത്. എന്നാൽ അത് സ്പേസ് മിഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ സ്പേസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ ആക്കിയിട്ട് സ്പേസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ലാപ്ടോപ്പ് സ്പേസിന് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല. മൗസും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ മൗസ് സ്പേസിന് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല. അത് പുള്ളിക്ക് പറ്റിപ്പോയി എന്താണെന്ന് വെച്ചാൽ, ഈ 3D മൗസ് എന്ന് പറഞ്ഞൊരു മൗസ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന മൗസ് അല്ല. എനിക്ക് തോന്നുന്നു വലിയ വലിയ ഡിസൈനർമാർ, ആർക്കിടെക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ മൗസ് ഉണ്ട്. ആ 3D മൗസ് എനിക്ക് തോന്നുന്നു സ്പേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാനത് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. ഡബിൾ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് അത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം അവർ ഡിസൈൻ ചെയ്തത്. അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റും സ്പേസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതല്ല. സ്പേസ് മിഷനൊക്കെ ഒരുപാട് കാലം മുമ്പേ ടൂത്ത് പേസ്റ്റ് ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ ഞെക്കുമ്പോൾ പുറത്തു വരുന്ന ട്യൂബും അവൈലബിൾ ആണ്. ഈവൻ ജെൽ ലൈക്ക് ടൂത്ത് പേസ്റ്റും എർത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അത് നാസ അതിൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഗ്രാവിറ്റി വളരെ കുറവുള്ള സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് പല്ല് വെച്ചിട്ട് തുപ്പാൻ പറ്റില്ല. അപ്പൊ തുപ്പി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്ന മെഷീൻ കംപ്ലൈന്റ് ആവും. ചിലപ്പോൾ ആളുകളുടെ അടുത്ത് തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എഡിബിൾ ആയിട്ടുള്ള, അതായത് ദഹിക്കുന്ന ടൈപ്പ്, അകത്തേക്ക് വിഴുങ്ങാവുന്ന ടൈപ്പ് ടൂത്ത് പേസ്റ്റ് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ജെൽ ലൈക്ക് സ്ട്രക്ചറിൽ കുറച്ചും കൂടി ബെറ്റർമെന്റ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ 3 ഉദാഹരണങ്ങളും സ്പേസിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട പ്രൊഡക്റ്റുകളല്ല. എന്നാൽ സ്പേസിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട പല പ്രൊഡക്റ്റുകളും നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഉദാഹരണമായിട്ട് പുള്ളിക്ക് പലതും പറയാറുണ്ട്. മെമ്മറി ഫോം, നമ്മൾ ബെഡിലൊക്കെ ഉപയോഗിക്കുന്ന മെമ്മറി ഫോം സ്പേസിന് വേണ്ടിയായിരുന്നു ആദ്യം ഡിസൈൻ ചെയ്തത്. അതുപോലെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഗ്ലാസ്, അതും സ്പേസ് മിഷന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് നമ്മളിപ്പോൾ ഹെൽമെറ്റിലും ഗ്ലാസിലും വാച്ചിലും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നാണ് ഈ പനി നോക്കുന്ന മെഷീൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പനി നോക്കുന്നത് ചെവിയിലേക്ക് ഇങ്ങനെ ഒരു ഇൻഫ്രാറെഡിന്റെ ഒരു ഗൺ പോലത്തെ ഒരു സാധനം വെച്ച് അടിച്ചിട്ടാണ് നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാധനം നമ്മുടെ നാക്കിന്റെ അടിയിലോ അല്ലെങ്കിൽ കക്ഷത്തിലൊക്കെ വെച്ച് തരും. അങ്ങനെയാണ് ടെമ്പറേച്ചർ അളന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബോഡിയിൽ ടച്ച് ചെയ്യാതെ തന്നെ ടെമ്പറേച്ചർ അളക്കാനുള്ള മെഷീൻ ഉണ്ട്. ഈ സംഭവം ഈ പറഞ്ഞ പോലെ ദൂരെയുള്ള വസ്തുക്കളുടെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് സ്പേസ് മിഷന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തതെന്ന്. പിന്നുള്ളൊരു കാര്യം, കോഡ്ലെസ് പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കോഡ്ലെസ് ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് സ്പേസിന് വേണ്ടിയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തത്. പിന്നീട് അതിപ്പോൾ നമുക്ക് കോഡ്ലെസ് പ്രൊഡക്റ്റുകൾ നമുക്കും അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കെ പുള്ളി എണ്ണി പറഞ്ഞ 3 എണ്ണം ഒരു തരത്തിലും സ്പേസിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല. ഏതൊരു പ്രൊഡക്റ്റും എടുക്കുന്ന പോലെ സ്പേസിന് വേണ്ടി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതാണ്. അപ്പൊ ഇതും പുള്ളി നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ചെക്ക് ചെയ്യാതെ വിശ്വസിച്ചോ കുഴപ്പമില്ല. പക്ഷേ പൊതു പോഡ്കാസ്റ്റിൽ വന്നിരുന്നിട്ട് ഒരു സയന്റിഫിക് പ്രസന്റേഷൻ പോലെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളും. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പൗലോസ് സാർ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് പല വിഷയങ്ങൾ ഇങ്ങനെ മാറി വരുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതാണ് പൗലോസ് സാർ. പൗലോസ് സാറിനെ സംബന്ധിച്ചിടത്തോളം വിഷയം ഏതും ആയിക്കോട്ടെ, ഈ യൂണിവേഴ്സിന്റെ അകത്തുള്ള, ഈ യൂണിവേഴ്സിന്റെ ഏത് കോർണറിലുള്ള എത്ര ചെറിയ വിഷയമോ വലിയ വിഷയമോ ആയിക്കോട്ടെ, ആധികാരികമായി സയന്റിഫിക്കലി സംസാരിക്കാൻ പൗലോസ് സാറിന് പറ്റും. അപ്പൊ അതൊന്ന് കേൾക്കാം. കാരണം ബാക്കിയുള്ള ഭരണഘടനയൊക്കെ നോക്ക്, എന്താ പറയുക, ഇപ്പോൾ അമേരിക്കയിലാവട്ടെ UK-യിലാവട്ടെ, അവിടെയൊക്കെ റിലീജിയൻ ഉണ്ടെങ്കിലും അത് ഭരണഘടനയുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ലല്ലോ. അല്ല, അമേരിക്കയുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ് ആണ്. മനസ്സിലാവും. അവരുടെ ഭരണഘടന സ്റ്റാർട്ട് ചെയ്യുന്നതിന് അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് സെക്യുലർ ഭരണഘടന. അത് അംബേദ്കർ എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇൻ ദ നെയിം ഓഫ് റാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ തീർന്നു. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടല്ല. അത് ഈ പറഞ്ഞ പോലെ പൗലോസ് സാർ എവിടെയോ ഏതോ മുറിയായിട്ട് കേട്ടൊരു വിഷയം ഡബിൾ ചെക്ക് ചെയ്യാതെ ഒരു പോഡ്കാസ്റ്റിൽ വന്നിരുന്നാണ് വിളിച്ചു പറയുന്നതാണ്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല. ആ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ ചില വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും തുല്യരാണ്, ദൈവത്തിന്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ തുല്യരാണെന്നുള്ള രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല, സെക്യുലർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കക്കുള്ളത്. അതിൽ റിലീജിയനെ പറ്റി പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പോസ്റ്റിന് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അയാളുടെ റിലീജിയസ് വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ റിലീജിയസ് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ ആയിരിക്കണം അയാളെ എടുക്കേണ്ടത് എന്നാണ്. അതൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ അടുത്തൊരു സ്ഥലത്ത് മെൻഷൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്
സ്പെഷ്യലി കൺസിഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനെ സ്പെഷ്യലി ബ്ലോക്ക് ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു ടേമാണ്. പിന്നെ ആകെ ഉള്ളത് US-ന്റെ കറൻസിയിൽ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ അതിനൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതെന്തായാലും ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പൗലോസ് സാറിന്റെ അഭിപ്രായം പൂർണ്ണമായിട്ടും തെറ്റാണ്. അത് എവിടെ നിന്നോ എന്തോ കേട്ടുള്ളൂ. മേ ബി ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ എന്തോ ദൈവത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അത് ഡബിൾ ചെക്ക് ചെയ്യാതെ പ്രയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക വിഷയത്തെ പറ്റി പൗലോസ് സാർ സംസാരിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ വേടന്റെ കേസിലോട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഈ കഞ്ചാവ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റാണ്. ഇനി പുലിപ്പല്ല് കണ്ടെത്തുന്നത് അത് വേറെ വിഷയം, അത് വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അത് ആനയുമായിട്ട് കമ്പയർ ചെയ്ത് പുലി വേറെ ആന വേറെ എന്നുള്ളതാണ്. ആന എന്ന് പറഞ്ഞ ക്യാപ്റ്റീവ് ഒരു ആനിമലാണ്, ഒരു ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമലാണ്. പുലിയെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൺസിഡറേഷനിലാണ് ഒരു വൈൽഡ് ലൈഫ് ആനിമലായിട്ട് എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു പശുവിന്റെ പല്ലുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ല, കാരണം അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആനിമൽ ആയതുകൊണ്ട് തന്നെ. പക്ഷേ പുലിയും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. 30 സെക്കൻഡിൽ മിനിമം 3 മണ്ടത്തരങ്ങളാണ് പൗലോസ് സാർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പുലിയെ ആനയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പുലിയെയും ആനയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പുലിയായാലും ആനയായാലും ഷെഡ്യൂൾ 1-ൽ വന്നിരിക്കുന്ന മൃഗങ്ങളാണ്. പുലി, ആന, പരുന്ത്, അങ്ങനെ നിങ്ങൾക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ലിസ്റ്റ് ഞാൻ ഈവൻ സാർ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ ഷെഡ്യൂൾ 1 ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കുകയും ചെയ്തു. ക്യാറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഈ പറഞ്ഞ പുലി, കടുവ എല്ലാം വരുന്നത്. എലിഫന്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഏഷ്യൻ എലിഫന്റ് എന്നുള്ള നിലക്കാണ് കിടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പരുന്ത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. രണ്ടാമത്തെ കേസ് ആന ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അനിമലാണ്. ആനയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ആനയെ ടൈം ചെയ്യാൻ പറ്റും. അത് നമുക്കൊന്ന് മെരുക്കിയെടുക്കാൻ പറ്റും. ഈവൻ പുലിയെ നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റും, സിംഹത്തിന് മെരുക്കിയെടുക്കാൻ പറ്റും, പണ്ട് സർക്കസിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആനയെ ടൈം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം ആന പൊതുവേ ഒരു ശാന്ത ജീവി ആയതുകൊണ്ട് നമുക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അനിമൽ അല്ല. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് പ്രോസസ്സാണ്. തലമുറകളോളം ഒരു ജീവിയെ മനുഷ്യന്റെ കൂടെ തന്നെ ഇങ്ങനെ ജീവിച്ച് അതിന് ബയോളജിക്കലി ഡിഫറൻസ് വരികയും മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുന്നതിനാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അനിമൽസ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പശു, പട്ടി എല്ലാം. ഇനി ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് ആക്ടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുലിപ്പല്ലിനേക്കാൾ പ്രാധാന്യം ഈ പറഞ്ഞ ആനക്കൊമ്പിനുണ്ട്. കാരണം ആനക്കൊമ്പിന്റെ വലിയ രീതിയിലുള്ള വിപണനം പണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെതിരെ കൂടുതൽ ശക്തമായ രീതിയിലുള്ള നടപടി ഉണ്ടാവുകയും സ്പെസിഫിക്കലി പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിധികൾ ആനക്കൊമ്പുമായി വിഷയത്തിൽ ഇത് വന്നിട്ടുണ്ട്. പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് അത് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ രണ്ടും ഡിഫറെന്റ് ആണെന്നല്ല, രണ്ടും ഒരേ കാറ്റഗറിയിൽ വരുന്ന, ഒരേ ഷെഡ്യൂൾ 1-ൽ വരുന്ന ആനിമൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇൻകം ടാക്സിന്റെ റെയ്ഡ് വരുന്നു, അവര് 2 ആനക്കൊമ്പ് കാണുന്നു, ഇമ്മീഡിയറ്റ്ലി വനംവകുപ്പിനെ അറിയിക്കുന്നു, അവർ വരുന്നു, അവർ വന്ന് ഈ സാധനം കണ്ടെത്തുന്നു. അപ്പോൾ ഡോക്യുമെന്റ്സ് ആണ് ആദ്യം ചോദിക്കുന്നത്. കാരണം ഇത്തരം സാധനങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആനക്കൊമ്പാണെങ്കിൽ ഡോക്യുമെന്റ്സ് വേണം. അത് ഹണ്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ഒരു കാട്ടിൽ പോയിട്ട് വെടിവെച്ചിട്ട് എടുക്കുന്ന കൊമ്പാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ സുഹൃത്ത് കൊടുക്കുന്നതാണ്. ആ സുഹൃത്തിന് വളരെ കാലം മുമ്പേ മരിച്ചിട്ടുള്ള ആ സുഹൃത്തിന്റെ ആനയുടെ കൊമ്പാണ് അദ്ദേഹം ഗിഫ്റ്റ് ആയിട്ട് മോഹൻലാലിന് കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ആ സമയത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ സുഹൃത്തിൻ്റെയിലായിരുന്നു, മോഹൻലാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ഡോക്യുമെന്റ്സ് എല്ലാം മോഹൻലാൽ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും എവിടെയാണോ എത്തിക്കേണ്ടതെല്ലാം അവിടെ എത്തിക്കുകയും. നമ്മൾ ഈ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും കലിങ്കിൽ ഇരുന്നിട്ട് നമ്മുടെ കൂട്ടുകാരെ കൂടി സംസാരിക്കുമല്ലോ, മോഹൻലാലിന്റെ കേസിൽ വേടന്റെ കേസ് പോലെയല്ല, അത് ആനയല്ലേ, അത് പുലിയല്ലല്ലോ, അത് ആനയുടെ പല്ല് പശുവിന്റെ പല്ല് പോലത്തെ ഒരു പല്ലല്ലേ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് വൻ കോൺഫിഡൻസോട് ഒരു പോഡ്കാസ്റ്റിൽ വിളിച്ചു പറയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എൻ്റെ ഇരിക്കുന്ന ഒരു കാറോ ബൈക്കോ ഒരു കൂട്ടുകാരന് കൊടുത്തിട്ട് അതിന്റെ ബുക്കും പേപ്പറും എൻ്റെ ഇരിക്കുകയായിരുന്നു, പോലീസ് വിളിച്ചപ്പോൾ ഞാൻ ബുക്കും പേപ്പർ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയല്ല. ആന ആയിക്കോട്ടെ, ആനയുമായി ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങളും ആയിക്കോട്ടെ, ഇതെല്ലാം ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു ആനയെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും, എൻ്റെ ഇരിക്കുന്ന ഒരു ആനക്കൊമ്പ് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യണം. അത് മേടിക്കാനിരിക്കുന്ന ആള് അതിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അങ്ങനെ 2 സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷം മാത്രമേ പുള്ളിക്ക് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാനൊരു ആനക്കൊമ്പ് എൻ്റെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് എന്നെ ശിക്ഷിക്കാനുള്ള കാരണമാണ്. എൻ്റെ കയ്യിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. മോഹൻലാലിന്റെ കേസിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, പുള്ളിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തുന്ന സമയത്ത് പുള്ളിക്ക് ആ സർട്ടിഫിക്കറ്റ് ഇല്ല. പിന്നീട് ഗവൺമെന്റ് പുള്ളിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ന്യൂസ് പേപ്പറിലെല്ലാം വന്നിട്ടുണ്ട്. പുള്ളി 65,000 രൂപ കൊടുത്തിട്ടാണ് ഒരാളുടെ അടുത്ത് നിന്ന് ആനക്കൊമ്പ് വാങ്ങിയത് എന്നാണ് പുള്ളിയെ ഡിക്ലെയർ ചെയ്യുന്നത്. കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. പൈസ കൊടുത്തൊരു ആനക്കൊമ്പ് മേടിച്ചു, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കയ്യിൽ വെച്ചു എന്നുള്ളത് ഭീകരമായ ഒരു കുറ്റമാണ് വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം. അതിനുശേഷം പുള്ളി അത് ഗവൺമെന്റിന്റെ അടുത്ത് അപ്ലൈ ചെയ്യുകയും ഈ സർട്ടിഫിക്കറ്റ് പുള്ളിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട്, ഓക്കെ, ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഈ സർട്ടിഫിക്കറ്റ് കോടതിയിൽ സമർപ്പിച്ചു. അതിനുശേഷം വേറെ ചില ആളുകൾ, ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ മോഹൻലാലിനോട് അസൂയുള്ള ആളുകളോ, ഈ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല, ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാതെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ കേസ് കുത്തിപ്പൊക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം
കേരള ഗവൺമെന്റ് ഈ കേസ് മോഹൻലാലിന്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കുകയും കോടതി അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കുകയും ചെയ്തിട്ട് നിലവിൽ മോഹൻലാലിനെതിരെയുള്ള എല്ലാ പ്രൊസീഡിങ്സുകളും താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ള വിധിയിലാണ് ഇന്നും 2025 നിലനിൽക്കുന്നതെന്നാണ് ഞാൻ ഡബിൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. ഇത്രയും വിശാലമായിട്ടുള്ള ഇത്രയും കോംപ്ലക്സ് ആയിട്ടൊരു വിഷയം അണ്ണ വന്നിരുന്ന ഒരു പോഡ്കാസ്റ്റിൽ പറയാണ്. അത് മോഹൻലാലിന്റെ അപ്പോൾ ഡോക്യുമെന്റ് ഉണ്ടായില്ല, പക്ഷെ മോഹൻലാൽ എപ്പോഴാണോ കൊടുക്കുന്നത് അതെല്ലാം കൊണ്ടുപോയി കൊടുത്തു. ആ പ്രശ്നം അങ്ങോട്ട് തീർന്നു. ബുക്കും പേപ്പറും കാണിച്ചപ്പോൾ വണ്ടി വിട്ടു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളെല്ലാം സാമൂഹിക വിഷയങ്ങളോ നിയമപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിനിടയിൽ വന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പൗലോസ് സാർ ബേസിക്കലി ഒരു ഫിസിക്സ് അധ്യാപകനാണല്ലോ. ഫിസിക്സിന്റെ കാര്യത്തിൽ പുള്ളി പറയുന്ന എല്ലാം വളരെ സയന്റിഫിക്കലി വളരെ ഡബിൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും പുള്ളി എല്ലാം സംസാരിക്കുന്നത് എന്നായിരിക്കും നമ്മുടെ അടുത്തൊരു ചിന്ത. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൗലോസ് സാർ സംസാരിക്കുന്ന 1-2 കാര്യങ്ങൾ കേട്ടു നോക്കാം. ഇതെല്ലാം ഉണ്ടായി കാണുന്നുണ്ടെങ്കിൽ മിനിമം ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ ഞാൻ പറയട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള മൊത്തം എനർജി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഇറ്റ് ഈസ് നമ്പർ 0. മൊത്തം എനർജി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. പിന്നെ 0യിൽ നിന്ന് എങ്ങനെ ഇത് വന്നു എന്നായിരിക്കും നിങ്ങൾക്ക് സംശയമെങ്കിൽ ഞാൻ വളരെ ഈ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കണക്ക് വെച്ചിട്ട് ഞാൻ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം 1ഉം -1ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 0. എങ്കിൽ ഇതേ 0ത്തിൽ നിന്ന് 1ഉം -1ഉം ഉണ്ടാവില്ലേ? ആലോചിച്ച് നോക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന സ്പേസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ ആറ്റംസും മാറ്റിക്കഴിഞ്ഞാലും എല്ലാ റേഡിയേഷൻ തുടച്ച് നീക്കിക്കഴിഞ്ഞാലും അവിടെ കാണുന്ന എല്ലാ ഗ്രാവിറ്റിയും മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ പോപ്കോൺ പൊട്ടിമുളയ്ക്കുന്ന പോലെ മാറ്റർ ആൻഡ് ആന്റി മാറ്റർ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രം ആബ്സല്യൂട്ട്ലി നത്തിങ് നമുക്കത് കാണാൻ സാധിക്കും. സോ ദിസ് ഇസ് എ വെരി ഗുഡ് എവിഡൻസ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എനർജി ഇല്ലെങ്കിൽ പോലും അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തെർമോഡൈനാമിക്സിൽ 11ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് സുഹൃത്തുക്കളെ. എനർജി can neither be created nor be destroyed, but it can be transformed from one form to another. ഒന്നാമത്തെ കാര്യം പുള്ളി ആദ്യം പറയുന്ന സീറോ എനർജി യൂണിവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് അതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. അതൊരു സയന്റിഫിക് തിയറിയായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ യൂണിവേഴ്സിലെ മൊത്തം എനർജി നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. അങ്ങനെ യൂണിവേഴ്സിന് മൊത്തം എനർജി കണക്കൂട്ടി നോക്കാൻ പറ്റില്ല. കാരണം യൂണിവേഴ്സ് എക്സ്പാൻഡിംഗ് ആണ്, കർവ്ഡ് യൂണിവേഴ്സ് ആണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എന്നല്ല, അങ്ങനെ ഒരു സംഭവം തന്നെ ഡിഫൈൻഡ് അല്ല. രണ്ടാമത്തെ കാര്യം പുള്ളി അതിനെ ന്യായീകരിക്കാനായിട്ട് പറയുന്നത് 0യിൽ നിന്ന് 1ഉം -1ഉം ഉണ്ടായിക്കൂടെയെന്ന്. അതായത് ഞാനിവിടെ വിശന്നിരിക്കണം, എൻ്റെ ഒന്നുമില്ല, എനിക്ക് അപ്പോൾ ആപ്പിൾ തിന്നണം. അപ്പോൾ എൻ്റെ ആണെങ്കിൽ ഒരു ആപ്പിളും ഒരു 1 ആപ്പിളും ഒരു -1 ആപ്പിളും ഉണ്ട്. ഞാൻ അതിൽ നിന്ന് ആപ്പിൾ എടുത്ത് കഴിക്കുന്നു, എന്നിട്ട് -ആപ്പിൾ ഞാൻ അവിടെ വെച്ചേക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആപ്പിൾ മേടിക്കുമ്പോൾ ഞാൻ -1ലേക്ക് ഇട്ടിട്ട് 0 ആക്കിയാൽ മതിയോ? അത് അടുത്തൊരു A ക്ലാസ് മണ്ടത്തരമാണ്. പുള്ളി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എൻറ്റിറ്റി ന്യൂട്ടൺസ് തിയറം പ്രകാരം ടൈം ട്രാൻസ്ലേഷൻ സിമ്മട്രി നിലനിൽക്കുന്ന ഒരു എൻറ്റിറ്റി ആയിരിക്കണം. ഈ പറഞ്ഞ പോലെ സിമ്മട്രി ഉള്ള ഒരു സംഭവമല്ല നമ്മുടെ നിലവിൽ യൂണിവേഴ്സ്. അതുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നിലവിൽ നമുക്ക് യൂണിവേഴ്സിന്റെ മേലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി മൂന്നാമത് പുള്ളി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അബ്സല്യൂട്ട് നത്തിങ്നെസ്സിൽ നിന്ന്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റി കഴിഞ്ഞാലും അബ്സല്യൂട്ട് നത്തിങ്നെസ്സിൽ നിന്ന് പാർട്ടികളും ആന്റി പാർട്ടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് പുള്ളി പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. കാരണം കൃത്യം 1 വർഷത്തിന് ശേഷം കഴിഞ്ഞ മാസം ഇതേ ലിറ്റ്മസിന്റെ അടുത്ത 2025 ലിറ്റ്മസിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് പുള്ളി പങ്കെടുത്ത ഒരു പരിപാടിയിൽ പുള്ളി തന്നെ ഇത് പറയുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ട് നമുക്ക് ആ വിഷയം അവിടെ ക്ലോസ് ചെയ്യാം. അപ്പൊ സ്പേസ് എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭാഷ കുറച്ച് കഠിനമാകാം, എന്നാലും മനസ്സിലാക്കുക ഫീൽഡുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ സ്പേസിന്റെ ഇൻഗ്രീഡിയന്റ് ഫീൽഡാണ്. അതുകൊണ്ട് ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് അതിനെയാണെങ്കിൽ അതിൽ നിന്ന് സാധനങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി സ്പേസും ഇല്ലാത്ത അവസ്ഥ, ആബ്സല്യൂട്ട് നത്തിങ് എന്ന് പറയുന്ന ഒരവസ്ഥ, അതാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നതെങ്കിൽ വൺസ് അഗൈൻ നമുക്കറിയില്ല ഈ അങ്ങനെയുള്ള ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നത് ബിഗ് ബാങ്കിലോട്ടാണ് പിന്നെ വീണ്ടും വിരൽ ചൂണ്ടുന്നത്. വിടോണോ? അപ്പൊ അറിയാത്ത കാര്യങ്ങൾ വെടിപ്പായി അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം അബ്സല്യൂട്ട് നത്തിങ്നെസ്സിൽ നിന്ന് പാർട്ടികളുകളും ആന്റി പാർട്ടികളുകളും ഉണ്ടാകും. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ അബ്സല്യൂട്ട് നത്തിങ്നെസ്സിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി വിളിച്ചു പറഞ്ഞ പൗലോസ് സാർ തന്നെ കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് തിരുത്തി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ തിരുത്തി കഴിഞ്ഞ കാര്യത്തിനെ പറ്റി നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അബ്സല്യൂട്ട് നത്തിങ്നെസ്സിൽ നിന്നല്ല ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. ഇനി ഫിസിക്സുമായി ബന്ധപ്പെട്ട് തന്നെ പൗലോസ് സാറിന്റെ വലിയൊരു ഡിക്ലറേഷൻ ഉണ്ട്, അതൊന്ന് കേൾക്കാം. 1915 അദ്ദേഹം ഫേമസ് ആവുന്നത് ജനറൽ റിലേറ്റിവിറ്റി. അതായത് ന്യൂട്ടന്റെ ഗ്രാവിറ്റി അല്ല, നമ്മൾ പഠിക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് തെറ്റാണ് എന്ന് ഐൻസ്റ്റൈൻ മുമ്പോട്ട് വെക്കുമ്പോൾ നമ്മൾ ഇന്നും NCERT പഠിക്കുന്നത് ന്യൂട്ടന്റെ ഗ്രാവിറ്റിയാണ്, ഐൻസ്റ്റൈന്റെ ഗ്രാവിറ്റി അല്ല. അപ്പോൾ നമ്മൾ ഇന്നും വിശ്വസിക്കുന്ന ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആയിട്ടാണ്. ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല എന്നാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. പിന്നെ എന്താണ് ഗ്രാവിറ്റി എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അദ്ദേഹത്തിന്റെ ആ 10 വർഷത്തെ ആ പഠനം ഗ്രാവിറ്റി അല്ലെങ്കിൽ ജനറൽ റിലേറ്റിവിറ്റി മുമ്പോട്ട് വെക്കുന്നത്. നിലവിൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് നോളജുള്ള അല്ലെങ്കിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് നോളജുള്ള ഒരാൾ പോലും ന്യൂട്ടൺ കണ്ടെത്തിയ ഗ്രാവിറ്റി തെറ്റാണ് എന്ന് ഐൻസ്റ്റൈൻ തെളിയിച്ചു എന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അതൊരു അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലെയിമാണ്. അപ്പോൾ പൗലോസ് സാർ പറയുന്നത് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ നിയമങ്ങളെല്ലാം തെറ്റാണെന്ന് ഐൻസ്റ്റൈൻ കണ്ടെത്തി. എന്നാൽ പോലും ഇപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ന്യൂട്ടന്റെ നിയമങ്ങളാണ് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് കേട്ടാൽ നടക്കിരിക്കുന്ന പാവപ്പെട്ടവൻ ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് മറ്റേ ആൾ നോക്കിയിട്ട് നമ്മളെ NCERT വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ പുള്ളിനെ നോക്കിയാണ്.
എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾ പേടിക്കണ്ട, ഈ മനുഷ്യൻ യാതൊരു വിധ വിവരമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നതാണ്. സത്യത്തിൽ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ നിയമങ്ങൾ തന്നെയാണ് ഏതാണ്ട് എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലങ്ങൾക്കും, അല്ലെങ്കിൽ ഒരു 90% കേസുകളിൽ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ നിയമങ്ങൾ തന്നെയാണ്. ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം ഐൻസ്റ്റീൻ കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് മുന്നോട്ട് വെക്കുന്നത്. കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ഗ്രാവിറ്റി എന്താണ് എന്നുള്ളതിനെ പറ്റി വിശദീകരിക്കാനും കുറച്ചുകൂടി ജനറലൈസ് ചെയ്യാനും ഐൻസ്റ്റീന് സാധിച്ചിട്ടുണ്ട്. ഈവൻ ഐൻസ്റ്റീന്റെ ഗ്രാവിറ്റേഷണൽ ഫോർമുല തന്നെ പർട്ടിക്കുലർ ലോ ഗ്രാവിറ്റി, ലോ സ്പീഡ് സ്ഥലങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂട്ടന്റെ ഫോർമുലയിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പിയർ റിവ്യൂഡ് പേപ്പറുകൾ അവൈലബിൾ ആണ്. ഇനി പൗലോ സാർ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കിടക്കുകയാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ ഷ്രോഡിംഗേഴ്സ് കാറ്റ് എന്ന് പറഞ്ഞ വിഷയത്തെ പറ്റിയിട്ട് പൗലോ സാർ സംസാരിക്കുന്നതാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഈ എക്സ്പ്ലനേഷൻ ആ ക്യാറ്റ് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗലോ സാറിന്റെ പുറം മാറ്റി പൊളിച്ചനെ. സയൻസ് ഏത്തിയസ്റ്റിക് അല്ല പൗലോ സാറെ, സയൻസ് എക്സ് മുസ്ലിമാണ്. സത്യം പറഞ്ഞ പുള്ളി കുടുങ്ങിപ്പോയതാണ്. പുള്ളി പറഞ്ഞു വന്നപ്പോൾ അറിയാൻ ഇതേ പ്രശ്നം മതവിശ്വാസികൾക്കുണ്ട്. സയൻസ് പഠിപ്പിക്കുമ്പോൾ ആ ദൈവവിശ്വാസം പ്രചരിപ്പിക്കലായി മാറാറുണ്ട്. കേട്ടിട്ടില്ലേ, സയൻസ് ശാസ്ത്രം വിരൽ ചൂണ്ടുന്നത് ദൈവത്തിലേക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസംഗം ഒന്നും പൗലോ സാർ ഇത്രയും കാലം സയൻസ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി ഏത്തീസമാണ്.